ഞാൻ ചോദിക്കുന്നത് ഈ നിയമം ആരെങ്കിലും കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നിയമപരമായ സംവിധാനങ്ങൾ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ബി.ജെ.പി. ഉന്നയിക്കുമോ? അല്ല, ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണം, അവർ കാണിച്ചത് അക്രമമാണ്. ഞാൻ ചോദിക്കേണ്ടത് സുഹൃത്തെ, അവിടെ ഈ പറയുന്ന കോൺഗ്രസ് പോലും ഉന്നയിച്ചിട്ടില്ല ഈ വിഷയത്തെ സംബന്ധിച്ച്. നിങ്ങളത് മനസ്സിലാക്കൂ. ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായത്, അതിൻ്റെ അകത്ത് സിസ്റ്റേഴ്സിനെതിരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് ബജ്രംഗ് ദൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സഭാ സമൂഹത്തെയും അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു എന്നാ പറയുക മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇതൊരു വലിയ സാഹചര്യമായി കണ്ടുകൊണ്ട് ഈ സിസ്റ്റേഴ്സ് ഒരിക്കലും പുറത്തിറങ്ങരുത് എന്നുള്ള തരത്തിൽ ഇവിടെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പോയി ഛത്തീസ്ഗഡിൽ പോയി വിഷയമുണ്ടാക്കി നാഷണൽ വൈസ് ഇന്റർനാഷണൽ വൈസ് ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിക്കൊണ്ട് അവരെ എക്കാലത്തും ആ ജയിലിനുള്ളിൽ തളച്ചിടുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപക്ഷം ചിന്തിച്ചത്. ഞങ്ങളെ അങ്ങനെയായിരുന്നില്ല ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ തീർച്ചയായും വളരെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി, നീതി എവിടെയാണോ അവർക്ക് നീതി ഉണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടണം, അവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ആ ന്യായം നടപ്പാകണമെന്നുള്ള അർത്ഥത്തിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം ആഭ്യന്തരമന്ത്രി അമിത് ഷായും അതോടൊപ്പം ഈ പറയുന്ന ഞങ്ങളുടെ നേതാക്കളുമൊക്കെ ആ സംവിധാനത്തിന് വേണ്ടി നിലകൊണ്ടത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാളെ തള്ളിക്കൊണ്ടല്ലത് പറയുന്നത്. നമ്മൾ പറയുന്നത് ശരിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് നീതി ലഭിക്കണമെന്നുള്ളതാണ്. അത് കോടതി വഴി നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു.